ഈ എ നല്ലാണോ ചീത്തയാന്നുള്ളതിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാ? എടാ അത് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് ഓപ്ഷനാണ്. എ പറഞ്ഞ ഒരുപാട് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. നമ്മളിപ്പോ സ്റ്റഡി പർപ്പസ് ആയാലും അതേപോലെ നമ്മുടെ റിസർച്ചിനായാലും ഒരുപാട് പർപ്പസ് ഉണ്ട്. അതേപോലെ അ- അതിൽ കൂടുതൽ എന്തുണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കാരണം ഒരു എ ഐക്ക് പറഞ്ഞിപ്പം നിന്റെ ഒരു കേസ് ചെയ്തോ, നിന്റെ അതേ ഫേസ് നിന്റെ അതേ സൗണ്ട് വെച്ചിട്ട് ഇപ്പൊ നിന്റെ വീട്ടുകാരെ ആരെങ്കിലും വിളിച്ച് സ്കാമി അവർ വിശ്വസിച്ചു പോകും. അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ട് എ ഐ മാറും. അതേപോലെ തന്നെ ബെനിഫിഷ്യലും ഉണ്ട് ഒരുപാട്. പിന്നെ 44 ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് കേട്ടൊരു സ്റ്റഡി 44% ജെൻസി കുട്ടികളും, ജെൻസി നമ്മൾ കഴിഞ്ഞ ഇടയിൽ പറഞ്ഞ സംഭവം, ജെൻസി കുട്ടികളും എന്താണ് ചാറ്റ് ജി പി ടിയിലെ എ ഐനെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നത്. അത് നമ്മൾ ഏകദേശം ഒരു അത്രയും ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇവർ എല്ലാ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടും എൻ്റെ കൂട്ടുകാരൻ ഒരു സംഭവം പറഞ്ഞ് അതെനിക്ക് മനസ്സിലായില്ല അതെന്താ സംഭവം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ എങ്ങനെ ഒരു മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കണം, അങ്ങനെ ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ലേ. ഇപ്പം നമുക്കിപ്പോൾ ജസ്റ്റ് വെറുതെ ഇത് പറയുമ്പോ എനിക്ക് മറ്റേ കൂട്ടുകാരൻ്റെ ഒരു അതുകൂടെ പറയാനല്ല, അങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളില്ലേ. എൻ്റെ ഗേൾ ഫ്രണ്ട് മെസ്സേജ് അയച്ച് ഞാൻ എന്ത് റിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ സാർ എന്നെ വഴക്ക് പറഞ്ഞു ഞാൻ ഇപ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഞാൻ എനിക്ക് ഡിപ്രഷൻ വരുന്നത്, അതൊക്കെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യണ പോലെ എന്ത് ചെയ്യും, ചാറ്റ് ജി പി ടിയോട് ഷെയർ ചെയ്യും. അങ്ങനെ അവരുടെ അടുത്ത് റെസ്പോൺസസ് എടുക്കും. കാരണം ചാറ്റ് ജി പി ടി ഭയങ്കര ന്യൂട്രലായിട്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിക്കുക. എൻ്റെ ഒരു കൂട്ടുകാരൻ പറയും, "എടാ എനിക്ക് ബോറടിച്ചിരുമ്പോൾ ഞാൻ മറ്റേ വി ഐന്റെ ഒരു ബോട്ട് ഉണ്ടല്ലോ അവരായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്." വി ഐന്റെ ഒരു വാട്സപ്പ് ബോട്ട് ഉണ്ട്. വി ഐൻ്റെയോ? വാട്സപ്പിലുള്ള മറ്റേ അല്ലേ? അല്ലടാ വി ഐ ഇല്ലേ, സിം, അവരുടെ ഒരു കസ്റ്റമർ കോളും അതേപോലെ അവരുടെ ഒരു കസ്റ്റമർ സർവീസും ഉണ്ടല്ലോ. ഒരു ബോട്ട് പോലെ ഉണ്ട്, അല്ലാണ്ടേ ഉണ്ട്. അതായിട്ട് കണക്ട് ചെയ്ത് അതായത് വിളിക്കാൻ പറ്റും, കസ്റ്റമർ കെയർക്ക് വിളിക്കാൻ പറ്റും. പിന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞ ഒരു വി ഐന്റെ ചാറ്റ് ബോട്ട് ഉണ്ട്. അത് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് വിചാരിച്ചോ, ആ ബോട്ടിന് പറ്റാണ്ട് കഴിയുമ്പോൾ എന്ത് പറയും, നിങ്ങൾക്ക് മറ്റൊരു എന്താ പറയാ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഓഫീസർ ഉണ്ട്, അതേപോലെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആളുണ്ട്, അപ്പൊ ആളായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറയും. അത് മേ ബി ആര് വേണേലും ആവാലോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് പറയാം, ഏതാ ഇക്ക് അങ്ങനെ പെണ്ണുള്ളത്, നമ്മള് അവരായിട്ട് ചാറ്റ് ചെയ്യും, അന്നേരം അഡ്രസ്സ് ചോദിക്കും, അന്നേരം അവര് പറയും അഡ്രസ്സ് തരാൻ പറ്റൂല, പേഴ്സണലാണ്. ഇങ്ങനെ ചാറ്റ് ചെയ്തിരിക്കും. കംപ്ലൈന്റ് മാത്രം പറയൂല, ബാക്കിയെല്ലാം പറയും. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ നേരത്തെ ഡേഞ്ചറസ് ആണ് ചോദിച്ച സംഭവത്തിൽ ഇപ്പോൾ എക്സ്പേർട്സ് പറയണമെന്ന് പറഞ്ഞാൽ 2030 ഏകദേശം 40% ജോബുകളും, മെയിൻ സ്ട്രീമിലുള്ള 40% ജോബുകളും പോകുന്ന പറയണത്, എ ഐ റിപ്ലേസ് ചെയ്യുന്ന പറയണത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു രീതിക്ക് നോക്കുമ്പോൾ കോമ്പറ്റീറ്റീവ് ആവും. ഇപ്പോൾ എൻ്റെ ഒരു ഒരു ഹ്യൂമൻസിന്റെ ജോബ്സിന് അവിടെ വലിയൊരു അടിയല്ലേ അത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഉള്ള എല്ലാവരും ജീവിക്കണ എന്നാന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ. പക്ഷെ അങ്ങനത്തെ ജോബ്സ് പോകുന്നല്ല ഏറ്റവും നല്ലത്. അതായത് എല്ലാവരും കമ്പ്യൂട്ടർ മുമ്പ് ഇരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഡിപ്രഷൻ പറഞ്ഞത്. അതേപോലെ തന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയിൽ അവൻ എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല.